was amazing. It was great. It was awesome. Yes. What was your favorite dialogue? No. I'm done. പുള്ളിക്കാരുടെ ഫേവറേറ്റ് ഡയലോഗ് ഏതായിരുന്നു നിന്റെ തന്ത? Great theater, great movie, great actors, good action. Yeah, I had my personal narrator because I don't. US ന്ന് ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട് എമ്പുരാൻ കാണാൻ വേണ്ടി and she enjoyed the mutta puffs. One is shoulders slanted. Yeah, shoulders slant. പുള്ളിക്കാരി ലൂസിഫർ ഈ പടത്തിന് വേണ്ടിയിട്ട് ലൂസിഫർ കണ്ടിട്ടാണ് ഇവിടെ വന്ന് എമ്പുരാൻ കാണുന്നത്. അത്രയ്ക്ക് ഡെഡിക്കേഷൻ ആയിരുന്നു. നാഴിക നാപ്പോട്ടെ എല്ലാം എഴുതി കാണിക്കാനായിട്ട് പല സാധനങ്ങൾ സെറ്റ് പീസസ്. സ്റ്റോറി വൈസ് ലൂസിഫറിനകത്ത് എത്തിയില്ലെങ്കിലും നല്ലതായിരുന്നു, നൈസായിരുന്നു എമ്പുരാൻ. സ്റ്റോറി ലൈൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും മേ ബി നെഗറ്റീവ് വരുന്നത്, പക്ഷേ മേക്കിംഗ് അടിപൊളിയാണ്. ഇപ്പോൾ തിയേറ്ററിലൊന്ന് കാണണം. നല്ല പടമാണ്. ആവശ്യമില്ലാത്ത കമൻസുകളൊക്കെ വരേണ്ട ആവശ്യമില്ല. അടിപൊളി പറയാം. ഇത്ര വലിയ പടത്തിന്റെ ആവശ്യമില്ലായിരുന്നു ബ്രോ. ദി പ്രൊഡക്ഷൻ വൈസ് ആൻഡ് എവറിത്തിങ് ഇസ് സോ ഗുഡ് ആക്ച്വലി. എന്ന് വെച്ചാൽ ആ ഒരു മലയാളത്തിലെ ക്വാളിറ്റി, നിങ്ങൾ മലയാളത്തിലെ ക്വാളിറ്റി എക്സൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഇത്രയും വലിപ്പം വേണ്ടായിരുന്നു ബ്രോ പടത്തിന്. ദാറ്റ്സ് ഇറ്റ്. ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ്. ഒന്നിനും കൊള്ളൂല പടം. ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈപ്പിൽ വന്നതിന് യാതൊന്നുമില്ല പടത്തിന്. ലൂസിഫറിൻ്റെ ഹൈപ്പ് വന്നതുകൊണ്ട് ഇത്രയും കാലം ലാലേട്ട എങ്ങും അവിടെ ഇവിടെയും തട്ടി നിറച്ച് നിന്നിട്ട് ഇപ്പം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളിയെ മാസമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പടം, അല്ലാതെ ഒന്നുമില്ല. കഥയില്ല, ബീജം ട്രാക്ക് ഒന്നും കൊള്ളൂല. നാഴിക നാപ്പോട്ടെ എല്ലാം എഴുതി കാണിക്കാനായിട്ട് പല സാധനങ്ങൾ സെറ്റ് പീസസ്. പുള്ളി പ്രസൻറ്റ് ചെയ്തിരിക്കണത് നല്ലതാണ്, അത് കുറ്റം പറയാനൊന്നുമില്ല. പടം എടുത്തിരിക്കുന്ന രീതി അടിപൊളിയാണ്. ഒരു പുള്ളിക്കാരൻ പറഞ്ഞൊരു വിഷ്വൽ സീനുണ്ട്, 3 ഹെലികോപ്റ്ററുണ്ട്, അത് ഗംഭീരം. വിഷ്വലൊക്കെ അടിപൊളി. കഥയൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. ഇത്രയും ഈ ഹൈപ്പ് കൊടുക്കാനൊന്നും ഒന്നുമില്ല അതിൻ്റെ അകത്ത്, ഒന്നുമില്ല. ഡീഗ്രേഡിങ് ഒന്നും ഇല്ല കേട്ടോ. ഡീഗ്രേഡിങ് എന്ന് പറയുന്നത് മര്യാദയ്ക്ക് ഇരുന്ന് പടം കണ്ട അതിനകത്ത് ഒന്നുമില്ല. മുട്ടൻ ലാഗും ഒന്നുമില്ല അതിൻ്റെ അകത്ത്. വെറും ഇതുപോലെ ലാലേട്ടനെ കണ്ട് ആഘോഷിക്കുകയും മാസ് കാണാൻ വേണ്ടി കണ്ട് അത് അങ്ങനെ ഹിറ്റായി പോകണമെങ്കിലേ ഉള്ളൂ, അല്ല ഒന്നുമില്ല. മാസ് പടം ഒന്നും പറയാനില്ല. ബോളിവുഡ് മൂവി കണ്ടൊരു ഫീൽ ഉണ്ടായിരുന്നു. സ്റ്റോറി വൈസ് ലൂസിഫറിനകത്ത് എത്തിയില്ലെങ്കിലും നല്ലതായിരുന്നു, നൈസായിരുന്നു എമ്പുരാൻ. കലക്കി. എനിക്കങ്ങനെ നെഗറ്റീവ് സ്റ്റോറി ലൈൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും മേ ബി നെഗറ്റീവ് വരുന്നത്, പക്ഷേ മേക്കിംഗ് അടിപൊളിയാണ്. ഇപ്പോൾ തിയേറ്ററിലൊന്ന് കാണണം. സ്റ്റോറി ഒരു ചെറിയ ഇതുണ്ടെങ്കിലേ ഉള്ളൂ, പക്ഷേ അടിപൊളിയാണ്, സംഭവം അടിപൊളിയാണ്. നല്ല പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് കൊള്ളാം, ഓവറോൾ നല്ല പടം. It was amazing. It was great. It was awesome. Yes. What was your favorite dialogue? No. I'm done. That was a favorite dialogue. പുള്ളിക്കാരുടെ ഫേവറേറ്റ് ഡയലോഗ് ഏതായിരുന്നു നിന്റെ തന്ത? It was nice. It was great. Great theater, great movie, great actors, good action. Yeah, I had my personal narrator because I don't speak Malayalam, so he spoke everything for me. ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട് എമ്പുരാൻ കാണാൻ വേണ്ടി. US ന്ന് ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട് എമ്പുരാൻ കാണാൻ വേണ്ടി and she enjoyed the mutta puffs. So good. Tell me when you tell them when you saw the first part. Lucifer. Yeah. One is shoulders slanted. Yeah, shoulders slant. First thing you know. Yeah. Tell them when you saw the first part. The Lucifer. Yeah. What about it? I mean like she saw ലൂസിഫർ. പുള്ളിക്കാരി ലൂസിഫർ ഈ പടത്തിന് വേണ്ടിയിട്ട് ലൂസിഫർ കണ്ടിട്ടാണ് ഇവിടെ വന്ന് എമ്പുരാൻ കാണുന്നത്. അത്രയ്ക്ക് ഡെഡിക്കേഷൻ ആയിരുന്നു. Yeah, so Thank you. It's a well-executed movie, like Laletan on screen after a long time. അടിപൊളി, ഒരു രക്ഷയില്ല. വേണ്ട ചേട്ടാ, വേണ്ട. നല്ല പടമാണ്. ആവശ്യമില്ലാത്ത കമൻസുകളൊക്കെ വരേണ്ട ആവശ്യമില്ല. നല്ല ക്രാഫ്റ്റിലും ഇത്രയും ക്യാൻവാസിലൊരു പടം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പിന്നെ ഇത് ബേസിക്കലി ബാക്ക് സ്റ്റോറി പറയുന്നതാണ്. അപ്പോൾ ആ സമയം വരുമ്പോൾ ലാഗ് ഫീൽ ചെയ്യുന്നതാണ്. പക്ഷേ അതൊരിക്കലും അങ്ങനെയല്ല. അതിന് ആ രീതിയിൽ കാണുക. സൂപ്പർ ഫിലിം.